CPIM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇതിനെ എടുക്കുന്നില്ല ഇപ്പോഴും എന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. തൃശ്ശൂരിലെ DC സെക്രട്ടറി വിഷയത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുക ഇന്നിപ്പോൾ CPIMൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോയി നോക്കുകയാണ്. നോക്കൂ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഇതാണ്. വേറെ ഏതാണ് വിഷയം എന്ന് ആര് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയും. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ട് അട്ടിമറി നടന്നതിനെക്കുറിച്ചാണ് ആളുകൾ മുഴുവൻ സംസാരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലും ഈ വിഷയമാണ് നിരന്തരം സംസാരിക്കുന്നത്. CPIMൻ്റെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അതിനകത്ത് നിരന്തരമായി അവർക്ക് പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. അവരുടെ ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസ്റ്റർ അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി അവരുടെ പേജിലൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പ്രധാന നേതാക്കൾ, ഞാൻ പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങി വന്നുകൊണ്ട് ഈ നടത്തിയിട്ടുള്ള വോട്ട് ചോരി എന്ന് പറയുന്ന ഏർപ്പാട് അല്ലെങ്കിൽ ഈ വോട്ട് കൊള്ള അത് തുറന്നു കാണിക്കാനുള്ള ബാധ്യത CPIMൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അവർക്ക് CPIMന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള റീച്ചുള്ള നേതാക്കളുണ്ട്, റീച്ചുള്ള പാർട്ടിയാണ്. ഏറ്റവും അടിത്തട്ടിലടക്കം ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള സംവിധാനം അതിനുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പ്രശ്നം എന്താണ്? നിങ്ങളുടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് ഏറ്റവും അടിത്തട്ടിലെ വീടുകളിൽ പോലും പോയി എത്തിക്കാനുള്ള സംവിധാനം രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കില്ല, അവിടെ മിക്കർക്കുമില്ല. പക്ഷേ ഇവിടെ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ, CPIMൻ്റെ സെക്രട്ടേറിയറ്റ് കാര്യം പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വീട്ടിൽ എത്തിക്കാനുള്ള മെക്കാനിസം ഉള്ള പാർട്ടിയാണ് CPIM. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് CPIMനെ കുറിച്ച് പറഞ്ഞത്. CPIM അതിനകത്ത് എടുക്കുന്ന ഒരു അല്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതെന്തിനാണത്? ഇതൊരു വലിയ പ്രശ്നമാണ്. തൃശ്ശൂരിലെ മാത്രം പ്രശ്നമായിട്ടില്ല, രാജ്യത്തെ ആകമാനം പ്രശ്നം. രാജ്യത്ത് നോക്കൂ, പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള മൂവ്മെൻറ്റുകൾ സംഘടിപ്പിക്കുകയും കർഷകരെ, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്, അതിനുവേണ്ടി പണിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ അവരുടെ നോക്കുന്നത് രാജ്യത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കെ എന്താണ് അതിനകത്ത് ആഞ്ഞിറങ്ങാത്തതെന്നുള്ള സംശയം എനിക്ക് തോന്നുന്നതാണ്. നിരന്തരമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത്, അത്തരം എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്?